വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ 9, 10, 11 അധ്യായങ്ങൾ ഒരു തിയോളജിക്കൽ യൂണിറ്റ് എന്ന നിലയിലാണ് വേദപണ്ഡിതന്മാർ ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ പ്രത്യേക ഇസ്രായേലിനെ പറ്റിയാണ് ഈ 3 അധ്യായങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നത്. 1, 2, 3 അധ്യായങ്ങളിൽ യഹൂദനെ പറ്റിയും ജാതികളെ പറ്റിയും സവിസ്തരമായി പ്രസ്താവിച്ചു. യഹൂദനും ജാതിയും ദൈവത്തിന്റെ സന്നിധിയിൽ മരണയോഗ്യരാണെന്നും വിശ്വാസത്താൽ അല്ലാതെ ഈ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷയില്ല എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 2 വിഭാഗങ്ങളെയും എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും യഹൂദനെന്നോ യവനനെന്നോ അല്ലെങ്കിൽ ജാതികളെന്നോ വ്യത്യാസമില്ലാതെ അവർ മരണയോഗ്യരാണെന്ന് പറഞ്ഞ ദൈവിക പ്രസ്താവനയെ അവരെ കൊണ്ട് തന്നെ അംഗീകരിപ്പിച്ച ശേഷം ഇനിയിപ്പോ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സകല മനുഷ്യരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം യഹൂദന്മാരോട് അവിടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തികളാൽ അല്ല, വിശ്വാസത്താലാണ്. ദാവീദ് എന്ന് പറയുന്ന നിങ്ങളുടെ തൊട്ടടുത്ത മഹാനായ മനുഷ്യൻ രാജാവ് നീതീകരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതും തന്റെ പ്രവൃത്തികളാലല്ല, ദൈവത്തിന്റെ കൃപയാലാണ്, വിശ്വാസത്താലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യഹൂദന്മാരോട് സ്ഥാപിച്ചുറപ്പിക്കുകയാണ്, വിശ്വാസത്താൽ സകല മനുഷ്യർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷയുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ഫലമില്ലായ്മയെ, ഫലരഹിതമായ അവസ്ഥയെ അപ്പോസ്തലൻ പൗലോസ് ഉറപ്പിക്കുകയാണ്. ന്യായപ്രമാണം കൊണ്ട് ഒരു ജനവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം രക്ഷയുമായി ബന്ധപ്പെട്ട നിഷ്ഫലമാണെന്നുള്ള സത്യം ആഴത്തിൽ ഗ്രഹിപ്പിച്ചുകൊണ്ട് 9, 10, 11 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനെ പറ്റി മാത്രം സംസാരിക്കുകയാണ് അപ്പോസ്തലൻ. ഇസ്രായേലിനുള്ള കൺസേൺ 9-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വായിച്ചത്, മനസ്സിലാക്കിയത്, അവർ ദൈവത്തെ എങ്ങനെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവാധികാരത്തിലാണ് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് എന്ന തിരിച്ചറിവാണ് 9-ാം അധ്യായം നൽകിയത്. അതായത് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചു പോകുന്നത് തങ്ങളുടെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും തങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന നേർച്ചകൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെയാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തത് എന്നവർ വിചാരിച്ചു. അവരുടെ ആരോഗ്യം, അവരുടെ മഹത്വകരമായ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വ്യവസ്ഥകൾ, ഇതൊക്കെയാണ് ദൈവം അവരിൽ പ്രസാദിക്കാനുള്ള കാരണം എന്നവർ ചിന്തിച്ചെങ്കിൽ ആ ചിന്താധാരകളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം ഒരു മനുഷ്യന്റെ മേൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പ്രവൃത്തികൾ കണ്ടിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് മനുഷ്യന് ദൈവപ്രസാദം ലഭിക്കുന്നത് എന്ന തിരിച്ചറിവ് ഇസ്രായേൽ മക്കൾക്ക് നൽകുകയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവും അവന്റെ സ്വാധീനവും കണ്ടിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാലാണ്, പരമാധികാരത്താലാണെന്ന് തെളിയിക്കുകയാണ് 9-ാം അധ്യായത്തിൽ. അതായത് വളരെ കൃത്യമായ ചരിത്രം നമുക്കിങ്ങനെ കാണും. നമ്മൾ ഈ വേദപുസ്തകം എഴുതപ്പെട്ട കാലം എന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് പുറകിലേക്ക് യേശു ക്രിസ്തു വരെ എത്ര വർഷം? ഏതാണ്ട് 2000 വർഷം കഴിയും. യേശു ക്രിസ്തു മുതൽ പുറകിലേക്ക് നമ്മൾ അബ്രഹാമിന്റെ കാലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു 1500, 2000 വർഷം പിന്നെയും പുറകിലേക്ക് പോവുകയാണ്. അപ്പൊ ഏതാണ്ട് 3500, 4000 വർഷങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൈവിക വാഗ്ദത്തങ്ങളെ ചിന്തിക്കുന്നത്. കേവലം ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം, ഒരു തലമുറയുടെ കാലത്ത് പോലും ദൈവികമായ കാര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെ മറന്നു പോകുന്ന തലമുറകളാണ് പലപ്പോഴും നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നത്. ഒരുപക്ഷെ നമ്മുടെ തലമുറയും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ദൈവിക കാര്യങ്ങൾ ഒരുപാട് ഓർത്തെടുക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നമ്മുടെ പുറകിലേക്ക് ഒരു 3-ാമത്തെ 4-ാമത്തെ തലമുറയിലെ അപ്പച്ചന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയത്തില്ല. അത്രത്തോളമുള്ള നമ്മുടെ അറിവ്, അത്രത്തോളമേ ഉള്ളൂ നമ്മുടെ ബന്ധങ്ങളുടെ പരിഗണനയൊക്കെ. പക്ഷെ ഒരു യഹൂദനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്നുകൊണ്ട് പുറകിലേക്ക് ഒരു 3500, 4000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അവന്റെ അപ്പന്റെ പേര് പറയും എന്നുള്ളതാണ്. അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്.
ഇന്നും DNA കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന വിധം അവരുടെ പാരമ്പര്യത്തെ വളരെ കൃത്യതയോടുകൂടി പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ കിണ്ടികിണ്ടങ്ങളുടെ കണക്ക് ഉൾപ്പെടെ അവർ ചരിത്രം എഴുതി സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇതുപോലെ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അതിൽ ഊറ്റം കൊള്ളുന്ന, അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന ഒരു സമൂഹം ഒരുപക്ഷെ ലോകത്തുണ്ടാവത്തില്ല. അവർ ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ്, ഭക്തന്മാരെന്ന് പറഞ്ഞ് അതിലേറെ അഭിമാനിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഭിമാനിക്കാൻ കൊണ്ടൊരു കാരണം ഇത്രയും കാലാകാലങ്ങളായി ദൈവം അവരെ നടത്തിക്കൊണ്ട് വരുന്നതിന്റെ ഓർമ്മയാണ്. അപ്പൊ ദൈവം ഈ ചരിത്രം എടുത്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുകയാണ്. ചരിത്രത്തിലൂടെ ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും എങ്ങനെയാണ്? ആരോഗ്യമുള്ളവൻ, മൂത്തവൻ, എന്റെ ആദ്യത്തെ മകൻ, അല്ലെ? അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ ദൈവം പഴയ നിയമത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല്, മനുഷ്യൻ മൂത്ത ആളുകൾക്കാണ്, മക്കൾക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പലപ്പോഴും വ്യത്യസ്തമായിട്ട് മാറും. അത് ഹാബേലിൽ തുടങ്ങുകയാണ് ചരിത്രം. ഹാബേൽ, അല്ലെ, കയ്യിലുണ്ടായിരുന്നു, ഹാബേലിൽ പ്രസാദിച്ചു. അപ്പോ മൂത്തവനെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, അതിന് അതിൻ്റെതായ ഒരു കാരണവും ഉണ്ടായിരുന്നു, അല്ലെ? കയ്യിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എന്നാണ്. നീ നന്മ ചെയ്തുവെങ്കിൽ നിന്നിൽ പ്രസാദം ഉണ്ടാകില്ലയോ? അപ്പൊ മൂത്തവനെ വെറുതെ കളഞ്ഞതല്ല, അവിടെ കളയാൻ തക്കവണ്ണം ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു തിന്മയുണ്ടായിരുന്നു. ഇളയവനെ തിരഞ്ഞെടുക്കും. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഹാബേലിനെ കൊന്നു കളയുമ്പോഴും വീണ്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഇളയവനെ കൊന്നു കളഞ്ഞ അധികാരം കൈവശത്താക്കാം, ദൈവത്തിന്റെ പ്രസാദം നേടാമെന്ന് ചിന്തിക്കുമ്പോൾ പോലും പിന്നെയും ദൈവം തെരഞ്ഞെടുക്കുന്നത് ശേത്തിനെയാണ്. അങ്ങനെ തലമുറ ഇങ്ങ് വരികയാണ്. ആദം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, മെതുശലേക്ക്, നോഹ, ഇങ്ങനെ തലമുറ ഇങ്ങോട്ട് വരികയാണ്. അബ്രഹാമിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്ന അബ്രഹാമിന് 3 സഹോദരങ്ങൾ, നാഗോർ, ഹാരാൻ, അബ്രഹാം. അതിൽ അബ്രഹാം ഇളയവനായിരുന്നു. ഇളയവനെ ദൈവം ചൂസ് ചെയ്യുകയാണ്. അബ്രഹാമിന്റെ മക്കളിലേക്ക് വരികയാണ്. മൂത്തയാള് ഇസ്മായേലാണ്, രണ്ടാമത്തെ ഇസ്ഹാക്കിനെ തിരഞ്ഞെടുക്കുന്നു. വീണ്ടും തലമുറ മാറുകയാണ്. എന്താണ്? ഏശാവും യാക്കോബിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. യാക്കോബിന്റെ 12 മക്കളിൽ താരതമ്യേന ഇളയവനായ ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് സാധാരണമായി എഴുതി പോന്ന, ഈ എഴുതിയ കാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വിശുദ്ധ വേദപുസ്തകം എഴുതി തീർത്തത് ഏതാണ്ട് 3500-ലധികം വർഷങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ 1600 വർഷം കൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം എഴുതി പൂർത്തീകരിച്ചത്. ഈ 1600 വർഷങ്ങൾ കൊണ്ട് എവിടെയൊക്കെ ഇരുന്ന ആളുകൾ ഇത് രചിച്ചത്? ഈ തലമുറകളുടെ ചരിത്രം എഴുതിയത് ഏതൊക്കെ മേഖലകളിലാണ്? മലമുകളിൽ ഇരുന്ന് എഴുതി, കടൽ തീരത്തിരുന്ന് എഴുതി, ആറ്റരികത്തിരുന്ന് എഴുതി, ജയിലറയ്ക്കുള്ളിലിരുന്ന് എഴുതി, വീടിനകത്തിരുന്ന് എഴുതി, പട്ടണത്തിരുന്ന് എഴുതി, ഗ്രാമത്തിലിരുന്ന് എഴുതി, അല്ലെ? ഓരോ കാലഘട്ടങ്ങൾക്കും വ്യത്യാസമുണ്ട്. 100 കണക്കിന് വർഷങ്ങളുടെ അന്തരമുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതുന്നത് ഇങ്ങേ അറ്റത്താണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് അങ്ങേ അറ്റത്താ. ഈ 2 പുസ്തകങ്ങൾക്ക് ഏതാണ്ട് 1500-ലധികം വർഷത്തെ ഇടവേളയുണ്ടെന്നും കൂടി ചിന്തിക്കുമ്പോ ഇതെങ്ങനെ തമ്മിൽ കണക്ട് ആകുന്നത്? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നിനും ഇടയില്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒരു ആത്മാവിന്റെ നിയന്ത്രണം, ഒരു ചലനം, ഒരു ഗൈഡൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ആത്മാവിലാണ് എഴുതിയത്, മനുഷ്യരെ കൊണ്ടാണ് എഴുതിച്ചത്, പക്ഷേ നിയന്ത്രിച്ചതെല്ലാം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അവിടെ നമ്മൾ അറിയുന്ന ഒരു സത്യം, പുതിയ നിയമത്തിൽ ഈ വെളിപ്പാട് നമുക്ക് പകർന്നു തരുമ്പോൾ പഴയ നിയമത്തിൽ ഈ നിഴൽ രൂപത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഇളയവരെ തിരഞ്ഞെടുക്കുന്ന ദൈവികമായ ഒരു മാർമിക വെളിപ്പാട്. അത് നിഴൽ രൂപത്തിൽ അവിടെ കിടക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇളയവരാരാ? മൂത്തവരാരാ? മൂത്തവർ യഹൂദന്മാരും ഇളയവർ ജാതികളുമാണ്. പക്ഷെ യഹൂദന്റെ മനസ്സിലൊരിക്കലും ഈ ജാതികൾ ദൈവത്തിന്റെ ഇളയ മക്കളാണെന്ന് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ നശിച്ചു പോകാനായിട്ട് യോനയടക്കം ആഗ്രഹിച്ചത്. നമ്മൾ യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് പേരെ കർത്താവ് ഇസ്രായേലിന്റെ പുറത്ത് കാണുന്നുണ്ട്. അവിടെ വിശ്വാസത്തെ ആദരിക്കുന്നുണ്ട്. ശതാധിപന്റെ വിശ്വാസം, കനാന്യ സ്ത്രീയുടെ വിശ്വാസം, അല്ലെ, അങ്ങനെ പലരുടെയും ശമര്യക്കാരന്റെ വിശ്വാസം, അവന്റെ നല്ല പ്രവൃത്തി കർത്താവ് ആദരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ആ വെളിപ്പാടിന്റെ ഒരു നിഴൽ രൂപം നമുക്കിങ്ങനെ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തെ നിഴലെന്നും പുതിയ നിയമത്തെ പൊരുളെന്നും പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് പരാജയപ്പെട്ട ഇസ്രായേൽ, ആ ഇസ്രായേലിന്റെ സ്ഥാനത്ത് പിന്നെ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. ആരാ? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ
ആദ്യ ജാതനാകേണ്ടതിന് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് മറ്റൊരു ആത്മീയ വെളിപ്പാടാണോ? ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരാളോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും, അല്ലെ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ ഏകജാതനെന്ന, ദൈവത്തിന്റെ ഒറ്റപുത്രന്, ദൈവത്തിന്റെ ഏക മകന്. അതിനർത്ഥം വേറെ മക്കൾ ഇല്ല എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പരിചയപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വായ് കൊണ്ട് ആ സത്യം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തി ആരായി മാറുന്നു? അവൻ ദൈവത്തിന്റെ മകനായി മാറുകയാണ്, ദൈവത്തിന്റെ മകളായി മാറുന്നു. അങ്ങനെ വരുമ്പോ ക്രിസ്തു ഒറ്റപുത്രനായിരുന്ന സ്ഥാനത്ത് നിന്ന് ആരായിട്ട് മാറുന്നു? മൂത്ത മകനായിട്ട് മാറുന്നു. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് വിളിച്ചവരെ മുൻനിയമിച്ചവരെ നീതീകരിച്ചും വിശുദ്ധീകരിച്ചും തേജസ്കരിച്ചും ഇരിക്കുന്നു. ഞാനും നിങ്ങളും ദൈവസഭയോട് ചേർക്കപ്പെട്ടപ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിന്റെ മക്കളാകുക മാത്രമല്ല ക്രിസ്തുവിന്റെ സഹോദരങ്ങളും കൂടി ആകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറുകയായിരുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ആ സൃഷ്ടിക്കപ്പെട്ട സകലത്തിന്റെയും ആ ഉടമസ്ഥനായ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായിട്ടാണ് സഭയെ ദൈവം കണ്ടിരിക്കുന്നത്. അപ്പോ ഈ സഭ എവിടെ നിന്നാണ് വിളിച്ച് ചേർക്കപ്പെട്ടത്? ജാതികളിൽ നിന്നാണ്. എങ്ങനെ ജാതികളിലേക്ക് ക്രിസ്തുവിന് പോകേണ്ടി വന്നു? യഹൂദന്മാരെയാണ് ദൈവം പഴയ നിയമത്തിൽ അതിനുവേണ്ടി നിയോഗിച്ചതെങ്കിൽ യഹൂദന്മാർ ജാതികളെ മറന്നു. അവരെ ചേർത്ത് പിടിക്കാൻ യഹൂദന്മാർക്ക് പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായില്ല. അവർ അന്യമതസ്ഥർ, അന്യജാതിക്കാരെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞപ്പോൾ യഹൂദൻ എന്ന് പറയുന്ന മൂത്ത പുത്രന്റെ സ്ഥാനത്തേക്ക് സാക്ഷാൽ ഏകജാതനായ ക്രിസ്തു ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെ മൂത്ത പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇസ്രായേൽ എന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യ ജാതൻ തന്നെ എന്ന് ദൈവം പറഞ്ഞ സ്ഥാനത്ത് ഏകജാതനായ ക്രിസ്തു ആദ്യജാതന്റെ റോളിലേക്ക് ഇറങ്ങി വരികയാണ്. മൂത്തപുത്രന് സാധിക്കാതെ പോയത് ഇവിടെ ഇതാ ഏകപുത്രൻ അത് സാധിപ്പിച്ചുകൊണ്ട് തന്റെ അവകാശത്തെ ജാതികൾക്കും കൂടി അവൻ വീതിച്ചു കൊടുത്തുകൊണ്ട് ഏകജാതൻ മൂത്തവനായി മാറി നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ ക്രിസ്തു മൂത്ത മകനായപ്പോ സഭയിലേക്ക് ചേർക്കപ്പെട്ടവർ, ക്രിസ്തുവിനെ സ്വീകരിച്ചവർ ദൈവത്തിന്റെ ഇളയ മക്കളായി മാറി. അതാണ് നമ്മൾ വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതാണ് മാർമികമായ വെളിപ്പാട്. വിശദീകരിച്ചു വരുമ്പോൾ അറിയേണ്ട നിഴലും പൊരുളും ഇതാണ്. ഇന്ന് ഞാൻ നിങ്ങളും ആയിരിക്കുന്ന ഈ വിലപ്പെട്ട പദവി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന ഈ സഭ ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം ക്രിസ്തുവിൽ കണ്ടെത്തി തെരഞ്ഞെടുത്തിരുന്നു. പക്ഷെ അത് പഴയ നിയമത്തിൽ യഹൂദന്റെ സങ്കുചിത മനോഭാവം മുഖാന്തരം, ഇടുങ്ങിയ ചിന്താഗതി മുഖാന്തരം ജാതികളെ ചേർത്ത് പിടിക്കാൻ അവൻ പരാജയപ്പെട്ടപ്പോ സ്വർഗം തന്നെ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് സകല ജാതികളെയും ചേർത്ത് പിടിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണുന്ന സഭ. സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, സഭ ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോ ഒരിക്കലും ഒരാൾ ചോദിച്ചു, ദൈവം സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു ഒരു അലങ്കാര ഭാഷയാണ്. കാരണം നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. പലപ്പോഴും ദൈവ വെളിപ്പാടുകളെ വർണ്ണിക്കാൻ നമ്മുടെ കയ്യിലുള്ള വാക്കുകൾ എടുത്ത് എങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര പ്രാസമൊപ്പിച്ച് പറഞ്ഞാലും നടക്കത്തില്ല. പരിമിതിയുണ്ട്. ആ പരിമിതികൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ വചന സന്ദേശം, ആ വെളിപ്പാടുകളെ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ കാണുന്ന അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ പദ്ധതിയെ വിശേഷിപ്പിക്കുന്ന പദമാണ് സ്വപ്ന പദ്ധതി. എങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു, അനാധികാല നിർണയമായിരുന്നു, തീരുമാനമായിരുന്നു സഭ. അങ്ങനെ നമ്മൾ ഭാഗ്യവശാൽ ഈ സഭയ്ക്കകത്തേക്ക് കയറിപ്പറ്റി നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ ഒരു സാവകാശമുണ്ടായത് എങ്ങനെയാണെന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു. യഹൂദൻ ജാതികളെ ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവന് പറ്റിയ ഏറ്റവും വലിയ പരാജയം അവൻ ഒടുവിൽ ക്രിസ്തുവിനെ കൂടെ തള്ളിക്കളഞ്ഞു. യഹൂദന്റെ ആധാരമായ കാലാകാലങ്ങളായി അവരുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചിരുന്ന സാക്ഷാൽ മശിക അവരുടെ ഇടയിൽ ജീവിച്ചിട്ടും ആ മശികയെ തിരിച്ചറിയാതെ ആ മശികയെ കൂടി അവർ തള്ളിക്കളഞ്ഞു. പിന്നെയും അവർ ജീവിക്കുന്നു. എന്തിന്റെ ബലത്തിലാണ്? ന്യായപ്രമാണത്തിന്റെ ബലത്തിൽ. സ്വന്തം കഴിവിന്റെ പുറത്ത് അവർ ജീവിക്കുകയാണ്. ആ ഇസ്രായേലിനോട്
സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ച യഹൂദൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളാണ് 9, 10, 11 അധ്യായം. ഇസ്രായേലിനെ മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയി പുറത്തു നിൽക്കുകയാണ്. ദൈവത്തിന്റെ അനാദികാല പദ്ധതി ഇവിടെ സാധ്യമായിട്ട് സഭ ജയഭേരി മുഴക്കി മുന്നോട്ട് പോകുകയാണ്. കഴിയുന്നിടത്തോളം യഹൂദന്മാരും ജാതികളിൽ നിന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവസഭ ഇങ്ങനെ ജയഭേരി മുഴക്കി മുന്നോട്ട് പോകുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന യഹൂദന്മാർ, ന്യായപ്രമാണം കിട്ടിയവർ, ദൈവത്തിന്റെ വചനം അറിയാവുന്നവർ, ദേവാലയമുള്ളവർ, പുരോഹിതന്മാരുള്ളവർ, പ്രവാചകന്മാരുള്ളവർ, എല്ലാവിധമായ പ്രിവിലേജും ദൈവത്തിൽ നിന്ന് കരഗതമാക്കിയവർ ഇതൊന്നും അംഗീകരിക്കാതെ ന്യായപ്രമാണത്തിന്റെ ബലത്തിൽ സ്വന്തം കഴിവിൽ മുന്നോട്ട് പോകുന്ന ആ കാഴ്ച അത് കണ്ട് ഹൃദയം നൊന്ത് വേദനിച്ച് നൊമ്പരപ്പെട്ട് തന്റെ സമൂഹത്തിന് വേണ്ടി, തന്റെ ബന്ധുക്കൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്ന ഭാഗമാണ് 9, 10, 11 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. 9-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു, യഹൂദനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാ. യഹൂദനെ പൗലോസ് പറയുക, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗ്യതകൾ അനുസരിച്ചാണ്. അല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മനുഷ്യന്റെ അയോഗ്യതയിലാണ്. ഞാൻ ഒന്നുമില്ലെന്ന് സമർപ്പിക്കുന്നിടത്താണ്, എനിക്ക് കഴിവില്ലെന്ന് സമ്മതിക്കുന്നിടത്താണ്, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ ഇടപെടലും ദൈവത്തിന്റെ പ്രവൃത്തിയും നടക്കുന്നത്. അപ്പൊ ഓർക്കണം, യഹൂദന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ഞാനും നിങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിന്റെ സർവാധികാരത്തിലാണ്, അല്ലാതെ യോഗ്യത നോക്കിയിട്ടല്ല. നിങ്ങൾ ദേവാലയത്തിൽ പോയതിന്റെ അറ്റൻഡൻസ് എടുത്തിട്ടല്ല. നിങ്ങൾ ഇത്രയും കാലം കഴിച്ച യാഗങ്ങളുടെ എണ്ണം എടുത്തിട്ടല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിന്റെ നിങ്ങൾ പറയുന്ന ലിസ്റ്റ് പരിഗണിച്ചിട്ടല്ല. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് കൃപയാൽ മാത്രമാണ്. അവിടെ ഒരു യോഗ്യതയും മനുഷ്യന് പറയാനില്ല. ദൈവത്തിന്റെ കരുണ മാത്രമാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് പിന്നിലുള്ളത്. ഈ കാര്യം ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ് 9-ാം അധ്യായത്തിൽ. അപ്പോ യഹൂദൻ ചിന്തിക്കുമല്ലോ, മൂത്തവനാണ് ശക്തിയുള്ളവൻ. അവിടെയാണ് ഇത് തെളിയിക്കുന്നത്. ദൈവം ഇളയവനെ തിരഞ്ഞെടുത്തു. അത് യോഗ്യതയല്ല, കരുണയാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും, അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ദൈവം സർവാധികാരികൾ, ദൈവത്തിന് എന്നാ കാണിച്ചു കൂടാൻ പാടില്ലാത്തത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ അല്ലേ, അവിടെ ഏതോ ഒരാൾ മരിച്ചു, അദ്ദേഹത്തെ ദൈവം എന്താ രക്ഷിക്കാത്തത്, ദൈവം എന്ത് വാഴയ്ക്കാ ചെയ്യുന്നതെന്ന് സന്തോഷ് കുളങ്ങര ചോദിച്ചില്ലേ. അദ്ദേഹം പറയുന്നത്, പുള്ളിയെ പോലെ ലോകം കണ്ടിട്ടുള്ള വേറെ ആരും ഇല്ലെന്നുള്ള ചിന്തയില്ല. പ്രപഞ്ചത്തെ മുഴുവനും കണ്ട ആളല്ലല്ലോ, അല്ലേ? ഈ ഭൂമിയിലാണല്ലോ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയത്. അത്രയ്ക്കുള്ള അറിവിന്റെ പരിമിതി ഒന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ദൈവം തന്റെ പരമാധികാരം ഉപയോഗിക്കുന്നു പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ചു തരുന്നു. മനുഷ്യൻ പരമാധികാരം ഉപയോഗിച്ച് തന്റെ തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ പരമാധികാരം ദൈവം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ചത്. ആ പരമാധികാരത്തിൽ ദൈവം കരുണ കാണിക്കുകയായിരുന്നു. ആ പരമാധികാരം ദൈവം കരുണയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ആ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തടയപ്പെടുമായിരുന്നു. കാരണം ആ പരമാധികാരത്തിൽ ദൈവത്തിന് കരുണ പ്രദർശിപ്പിക്കാൻ പറ്റി, കൃപ പ്രകടിപ്പിക്കാൻ പറ്റി. അതിന്റെ പരിണിതഫലമാണ് നമ്മൾ. യഹൂദരോട് പറയുക, ഇസ്രായേലിയരെ, എന്റെ ബന്ധുക്കളെ, എന്റെ സ്വന്തം ജനമേ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ യോഗ്യത കൊണ്ടാ ദൈവം ഇന്നലകളിൽ നിങ്ങളെ ഉപയോഗിച്ചതല്ല. അതും ദൈവത്തിന്റെ കൃപയാ, അതും ദൈവത്തിന്റെ കരുണയാ. ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴ്പ്പെടുക, അത് നമുക്ക് തിന്മയ്ക്കല്ല, അത് നമുക്ക് നന്മയ്ക്കേ ആകത്തുള്ളൂ. അത് കൃപാപൂർവമുള്ള ദൈവത്തിന്റെ ഇടപെടലിനെ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരമാധികാരത്തിലേക്ക് വന്നു ചേരുക. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് യജമാനൻ എന്നല്ല, ദൈവമക്കൾ അടിമകളൊന്നും അല്ല, അല്ലെ? ഭക്തന്മാർ മക്കളും ദൈവം പിതാവും. ഇതാണ് ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്ന ദൈവ മനുഷ്യ ബന്ധം എന്ന് പറയുന്നത്. ദൈവത്തെ പിതാവായും ഭക്തന്മാരെ ദൈവത്തിന്റെ മക്കളായും കാണുന്ന ഇത്ര അതുല്യമായ ഒരു ആത്മിക ചിന്ത സാക്ഷാൽ ദൈവത്തിന് മാത്രമേ നൽകാൻ പറ്റത്തുള്ളൂ.
അപ്പൊ ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ അടിമകളാക്കുകയായിരുന്നില്ല, നമ്മെ മക്കളാക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സ്വതന്ത്രമായി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. ആ പരമാധികാരം ദൈവം ഉപയോഗിക്കുന്നത് എന്റെ മകനാക്കാനാ, എന്റെ മകളാക്കാൻ വേണ്ടിയാ. ആ പരമാധികാരം ദൈവം ഉപയോഗിക്കുന്നത് എന്നോട് കൃപ കാണിക്കാനാ, എന്നോട് കരുണ കാണിക്കാനാ, എന്റെ അയോഗ്യതകളിൽ നിന്ന് എന്നെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. ഇത് 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കും. അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. മതി 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 2 വാക്യങ്ങൾ മതി. ഈ എന്താണ് യഹൂദന്മാരെ പറ്റി പറയുന്ന 1-ാമത്തെ ഭാഗം? സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആരോടായി സംസാരിക്കുന്നത്? സഭയോടാണ്, അല്ലെ? സഭയോട് പറയുക, എന്റെ ചാർച്ചക്കാര് അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ വാഞ്ച. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ? അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അറിയുന്നു. അപ്പോ 1-ാമത്തെ ചിന്ത അപ്പോസ്തലൻ പറയുന്നത്, അറിവില്ലാത്ത എരിവ് കൊണ്ടൊരു കാര്യമില്ല, പരിജ്ഞാനമില്ലാത്ത എരിവ് കൊണ്ടൊരു കാര്യമില്ല. പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കാൻ കഴിയാത്ത ഇസ്രായേലിയർ ദൈവത്തിന്റെ മുന്നിൽ എത്ര എരിവ് കാണിച്ചിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം, അവർക്ക് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷയെ കാണാനും അംഗീകരിക്കാനും ആസ്വദിക്കാനും അവിടെ അഹങ്കാരം അനുവദിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ മശികയായി, നിങ്ങളുടെ രക്ഷകനായി ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന ക്രിസ്തുവിനെ ഉൾക്കൊള്ളാനുള്ള പരിജ്ഞാനം, ആ അറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന എരിവ് ഒരു പ്രയോജനവുമില്ല. അത് നിഷ്ഫലമാണ്, വെറും പുറം പ്രവർത്തനം മാത്രമാണ്. അപ്പോസ്തലന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയാനുണ്ട്. സഹോദരങ്ങളെ, ഇസ്രായേലിനോട് പറയുക, നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ നിങ്ങളെക്കാളും അപ്പുറം എരിവുള്ള ആളായിരുന്നു ഞാൻ. യഹൂദ ജാതിയെ സംബന്ധിച്ച് ഇസ്രായേലിയരുമായി ബന്ധപ്പെട്ട ഈ പുതുതായിട്ട് വന്ന പുത്തൻകൂറ്റുകാരെന്ന് പറയാൻ സാധ്യതയുള്ള ഈ പറയുന്ന ക്രൈസ്തവരെ കൊന്നുമുടിക്കാൻ അധികാരം വാങ്ങിക്കൊണ്ട് പോയ ആളാ ഞാൻ. നിങ്ങളെക്കാളും എരിവ് എനിക്കുണ്ടായിരുന്നു മതത്തെ പറ്റി, ദൈവത്തെ പറ്റി, ന്യായ പ്രമാണത്തെ പറ്റി, ദൈവാലയത്തെ പറ്റി, പ്രവാചകന്മാരെ പറ്റി, പുരോഹിതന്മാരെ പറ്റി. പക്ഷെ ഞാനൊരു കാര്യം അറിഞ്ഞു, ഈ പറഞ്ഞതെല്ലാം കേവലം നിഴലുകൾ മാത്രമായിരുന്നു. പെർഫെക്ഷൻ ക്രിസ്തുവിൽ വെളിപ്പെട്ടു എന്ന് എപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, അന്ന് എന്റെ സകലവിധമായ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചു. എന്റെ എരിവ് ദേവാലയത്തിന് വേണ്ടിയുള്ള, ന്യായ പ്രമാണത്തിന് വേണ്ടിയുള്ള, മറ്റ് മത ആചാരങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ എരിവ് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ട് ക്രിസ്തുവിനുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ഞാൻ തീരുമാനമെടുത്തതുപോലെ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് വരിക. തന്റെ സ്വന്തക്കാരുടെ സുവിശേഷം പറയുകയാണ്, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവ് സമ്മതിക്കുന്നു. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളല്ലേ. നമ്മുടെ മതത്തിനെതിരായി ക്രൈസ്തവർ എഴുന്നേൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവരെ കൊന്നുപിടിക്കാൻ അധികാരപത്രവുമായി പോയ ആളാ ഞാൻ. അവരുടെ ആദ്യത്തെ രക്തസാക്ഷിയെ കൊല്ലാൻ എന്റെ അനുവാദം കൂടി ഉണ്ടായിരുന്നു. സ്തേഫാനോസ് കൊല്ലപ്പെട്ടത് എന്റെയും കൂടി അനുവാദത്തോടു കൂടിയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ കുറിച്ച് എരിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെക്കാളും 100 ഇരട്ടി എരിവുള്ളവനാ ഞാൻ. നിങ്ങൾ ഒരുപക്ഷെ ന്യായ പ്രമാണത്തോളം തുല്യമായി പരിഗണിച്ചിരുന്ന ഗമാലിയലിന്റെ പാദമെടുത്തിരുന്ന് പഠിച്ച ആളാ ഞാൻ. ന്യായ പ്രമാണം സംബന്ധിച്ച് ഞാൻ പരീക്ഷനാ. എവിടെ ചെന്നാലും ഒരു കസേര കിട്ടത്തക്കവണ്ണം ആദരിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു. നിങ്ങളുടെ ആദ്യത്തെ രാജാവ് ജനിച്ച ആ വംശത്തിൽ പിറന്നവരാ ഞാൻ. ബെന്യാമിൻ ഗോത്രത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. തെർസോസ് എന്ന് പറയുന്ന റോമ ഗവൺമെന്റ് പ്രത്യേക പ്രിവിലേജ് നൽകിയിരിക്കുന്ന ആ പട്ടണത്തിൽ ജനിച്ചവനാ ഞാൻ.
എനിക്ക് റോമ ഗവൺമെന്റിന്റെ എന്താണ് ഒരു പദവി, പൗരത്വമുള്ളവനാണ് ഞാൻ. ഏത് നിലകളിൽ ചിന്തിച്ചാലും നിങ്ങൾക്ക് പലതരത്തിൽ അഭിമാനിക്കാനുണ്ടെങ്കിൽ, ഊറ്റം കൊള്ളാനുണ്ടെങ്കിൽ, അതിനേക്കാളും ഒരു പടി മുകളിൽ അല്ല പല മടങ്ങ് മുകളിൽ എനിക്ക് അഭിമാനിക്കാനുണ്ട്. ഞാൻ എരിവുള്ളവനുമായിരുന്നു, പക്ഷേ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം നിഷ്ഫലമെന്ന് മനസ്സിലാക്കിയപ്പോൾ സകല പാരമ്പര്യത്തെയും ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ ഞാൻ തയ്യാറായി. സ്നേഹിതരെ, നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ കൂടാത്ത നിങ്ങളുടെ എരിവ് നിഷ്ഫലമാണ്. ക്രിസ്തുവിനെ അറിയാതെയുള്ള നിങ്ങളുടെ പ്രകടനങ്ങൾ ഒരു പ്രയോജനവുമില്ലാത്തതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കും. ഫിലിപ്പിയർ 3:6. സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, അത്രയും എരിവുണ്ടായിരുന്നു പൗലോസിന്. പിന്നെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദം എന്നെണ്ണിയിരിക്കുന്നു. കണ്ടോ, ഇതാണ് അപ്പോസ്തലൻ തന്റെ സ്വന്തം ആൾക്കാരോട് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചെങ്കിലും ഒന്നും കൂടെ ഞാനത് പറയുകയാണ്. നമ്മുടെ സ്വന്തക്കാരോട് ഈ ഒരു ഭാരം നമുക്കുണ്ടോ? നമ്മുടെ ബന്ധുക്കളോട് ഈ ഭാരമുണ്ടോ? കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് ഈ ഭാരം നമുക്കുണ്ടോ? കൂടെ യാത്ര ചെയ്യുന്നവരോട് ഈ ഭാരം നമുക്കുണ്ടോ? നമ്മോട് അവിടെ പ്രശ്നങ്ങൾ പറയുന്ന പ്രിയപ്പെട്ടവരോട് ഈ ഭാരം നമുക്കുണ്ടോ? അവയെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഒരു സാക്ഷ്യമായി പ്രസ്താവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തുവിനൊന്ന് ഉയർത്താൻ പറ്റുമോ? ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദമെന്ന് എണ്ണി എന്ന് അപ്പോസ്തലനെ പോലെ നമുക്ക് വന്ന് ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ഈ പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? ക്രിസ്തുവിലേക്ക് അനേകരെ കൊണ്ടുവരാനുള്ള ഒരു മാർഗം കൂടിയ അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്. 3-4 വാക്യം വായിക്കാം. 10:3-4. അവർ ദൈവത്തിന്റെ നീതി അറിയാത്ത സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. യെസ്, എന്താ വായിച്ചത്? അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇത് വളരെ മാർമികമായ വചനങ്ങളാണ്. നമ്മളിത് ലളിതമായി മനസ്സിലാക്കിയെടുത്താലേ നമ്മുടെ വിശ്വാസത്തിനും ഒരു സ്ഥിരതയുണ്ടാകത്തുള്ളൂ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അർത്ഥവും ഗൗരവവും മനസ്സിലാക്കാൻ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. അവർ ദൈവത്തിന്റെ നീതി ഉൾക്കൊള്ളാതെ പോയി, സ്വന്തം നീതിയിൽ പ്രശംസിച്ചുകൊണ്ട് പോയി മുന്നോട്ട്. സ്വയനീതിയിൽ അവർ ആഹ്ലാദിച്ചു. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം പ്രസാദിക്കുന്നു എന്ന് അവർ തെറ്റായി ധരിച്ചുകൊണ്ട് അഹങ്കരിച്ച് മുന്നോട്ട് പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോയി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ വരാനിരിക്കുന്ന കഷ്ടപ്പെട്ട് മരിക്കുന്ന മശിഹയെ പറ്റി വ്യക്തമായി യെശയ്യാ പ്രവാചകൻ എഴുതി കൊടുത്തതാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. ആ അധ്യായം അവർക്ക് വായിച്ച് ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പിന്നത്തേതിൽ യഹൂദ തലമുറയ്ക്ക് ക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റേണ്ടി വരത്തില്ലായിരുന്നു. ഒരു വശത്ത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയായി നിൽക്കുമ്പോൾ തന്നെ യഹൂദനാണ് ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ മുന്നിൽ നിന്നവൻ എന്ന ചിന്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ ആഗ്രഹിച്ച് കാത്തിരുന്ന മശിഹയെ അവരറിയാതെ പിടിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. എത്ര അബദ്ധം അവർ കാണിച്ചത്! എത്ര വലിയ ട്രാജഡിയ, ദുരന്തമാണ് അവർക്ക് സംഭവിച്ചത്! ഇനിയും ആന്റിക്രൈസ്റ്റിന്റെ കീഴിൽ കിടന്ന് അവർ ദുരിതം അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ പോലും ആ പുത്രനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട് സങ്കീർത്തനത്തിലൂടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ.
പുത്രനെ ദൈവം ഈ ലോകത്ത് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് പുത്രൻ. ദൈവ വെളിപ്പാടാണ്, രക്ഷയുടെ മാർഗമാണ്. ആ പുത്രനെ തിരസ്കരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും രക്ഷയ്ക്ക് സാധ്യതയില്ല. സുവിശേഷം ലോകം അറിയേണ്ട ഏറ്റവും വിലപ്പെട്ട സന്ദേശമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സുവിശേഷം എന്ന് പറയുന്നത് ബിഗ് 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 ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നമ്മള് ബ്രേക്കിംഗ് ന്യൂസിലൊക്കെ കാണാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അടിയിൽ ഇങ്ങനെ എഴുതി പോകും, ടിവിയുടെ അടിയിൽ എന്താണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ സുവിശേഷം ഓരോ സെക്കൻഡും മനുഷ്യൻ അറിയേണ്ട എത്രയോ വലിയ വാർത്തയാണ്, എത്രയോ വലിയ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്താ അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നത്? ഇവിടെ നടന്നൊരു ബസ് ആക്സിഡന്റിൽ ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്തയല്ല സുവിശേഷം പങ്കുവെക്കുന്നത്, അല്ലേ? ഇവിടത്തെ ഒരു ബോട്ട് അപകടത്തിന്റെ വാർത്തയല്ല, ഇവിടത്തെ ഒരു പ്ലെയിൻ അപകടത്തിന്റെ വാർത്തയല്ല. പിന്നെന്താണ് സുവിശേഷം പങ്കുവെക്കുന്നത്? നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ പറ്റിയുള്ള ലോകം കാണുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വാർത്തയാണ്. ആ ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ, കേവലം വിശ്വാസത്താൽ മനുഷ്യനെ നിത്യതയിലേക്ക് ചേർത്ത് പിടിക്കാൻ ദൈവത്തിന്റെ പദ്ധതി ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയെന്ന സദ്വാർത്ത ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷം. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് നരകത്തിലേക്ക് ജനങ്ങൾ പോകുന്നത്. ആ ദുരന്തത്തെ അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ബോട്ട് അപകടത്തെക്കാൾ, ബസ് അപകടം കേൾക്കുമ്പോൾ ഞെട്ടുന്നതിനേക്കാൾ, ഫ്ലൈറ്റ് അപകടം നടക്കുമ്പോൾ ഞെട്ടുന്നതിനേക്കാൾ, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ കാണുമ്പോൾ, സമൂഹത്തെ കാണുമ്പോൾ ഞെട്ടിത്തരിക്കണം ദൈവമക്കൾ. അവർ കർത്താവിനെ അറിയണം. അവരോടുള്ള സുവിശേഷമാണ് ക്രിസ്തു. ലോകത്തിന്റെ അടിയന്തര ആവശ്യമാണ് സുവിശേഷം. ലോകത്തിന്റെ അടിയന്തര ആവശ്യമാണ്. അപ്പൊ 3-4 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, യഹൂദന്മാർ ദൈവത്തിന്റെ നീതിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തില്ല, സമർപ്പിച്ചില്ല. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ എങ്ങനെ വായിച്ചത്? ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താൽ നീതി സംബന്ധിച്ച് അത് ചെയ്തവർക്ക് അത് മതി. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ സുവിശേഷ പ്രസംഗകൻ പറയുന്നുണ്ടായിരുന്നു, ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കണം, ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ന്യായപ്രമാണം വിഫലമാണ്, ന്യായപ്രമാണം പ്രയോജനരഹിതമാണ്, ന്യായപ്രമാണം കൊല്ലുന്ന പ്രമാണമാണ്, ന്യായപ്രമാണത്തിൽ ജീവിക്കാൻ സ്പേസ് ഇല്ല, ന്യായപ്രമാണം നമ്മെ ശിക്ഷിക്കുന്ന പ്രമാണമാണ്. ന്യായപ്രമാണത്തിന് മറ്റൊരു വിശേഷണമാണ് ബൈബിൾ പറയുന്നത്, അത് മരണ ശുശ്രൂഷയാണ്. മരണത്തിന് വായിക്കാൻ കൊള്ളാം. കാരണം എന്താ? ന്യായപ്രമാണം പാപി ഇവരോട് നീ ചാകേണ്ടവരാന്നാ പറയുന്നത്. മരണത്തിനെ വായിക്കാൻ കൊള്ളാകത്തുള്ളൂ. അത് ജീവിപ്പിക്കുന്നതല്ല. ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ പ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിലവിളിച്ച മാനവ ജനതയ്ക്ക് ദൈവം കൊടുത്ത വിശ്വാസത്താലുള്ള മാർഗം. അപ്പൊ അതിനെ തിരിച്ചറിയുന്നില്ല. ഇന്നും ഒരുപക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ശുശ്രൂഷകർ ഉൾപ്പെടെ പറയുന്നത് കേൾക്കാറുണ്ട്, ന്യായപ്രമാണം, ന്യായപ്രമാണം. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിൽ നിന്നും കൂടിയ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത്, അല്ലേ? ഗലാത്യർ ലേഖനം 4-4 വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യർ 4:4. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിയോഗിച്ചയച്ചവനായി. എന്താ വായിച്ചത്? അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്നവർ ആരാ? അവർ അടിമകളായിരുന്നു, അവർ ദാസന്മാരായിരുന്നു. പുത്രത്വം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു.
അപ്പൊ ക്രിസ്തു കാല സമ്പൂർണതയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്ന് ചെയ്തത് നമ്മെ ഈ പ്രമാണത്തിന്റെ അടിച്ചമർത്തിയിരുന്ന നമ്മെ ഒരുപക്ഷെ മരണ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പ്രമാണത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരികയായിരുന്നു, മക്കളാക്കി തീർക്കുകയായിരുന്നു, നമ്മെ പുത്രന്മാരാക്കി തീർക്കുകയായിരുന്നു, നമ്മെ അവകാശികളാക്കി തീർക്കുകയായിരുന്നു. അതാ വായിക്കുന്നത്, ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനം അവൻ ഇറങ്ങി നമുക്ക് പകരം പ്രമാണത്തിന്റെ കീഴിലേക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പ്രമാണം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ, നമുക്കെവിടാ പ്രമാണം? പരസ്യമായിട്ട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ശതമാനം ബന്ധക്കോസ്തുകാരും ഇപ്പോഴും ന്യായപ്രമാണത്തിന് കീഴില്ല. ന്യായപ്രമാണം കൊടുത്ത യഹൂദന്മാർക്കാ. അതിനകത്ത് നിന്ന് പുറത്തു വരാനാ ഈ പൗലോസ് സ്വന്തക്കാരനും ബന്ധക്കാരനും പറഞ്ഞ, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ക്രിസ്തു വെളിപ്പെട്ടു, ക്രിസ്തു ജാതികൾക്ക് വെളിപ്പെട്ടു, ജാതികൾ ക്രിസ്തുവിനോട് രക്ഷ പ്രാപിച്ചു, നിങ്ങൾ ഇപ്പോഴും പ്രമാണത്തിലാ, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്തിൽ പ്രശംസിച്ച് നടക്കുക. ദയവായി എന്റെ സഹോദരങ്ങളെ, നമുക്കല്ലേ ക്രിസ്തുവിന്റെ നിഴൽ രൂപങ്ങൾ വെളിപ്പെട്ടത്, നമുക്കല്ലേ ക്രിസ്തുവിനെ പറ്റുന്ന പ്രവചനങ്ങൾ കിട്ടിയത്. പക്ഷേ നമുക്ക് മുൻപ് ജാതികൾ അവർ നീതി പ്രാപിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ചിന്തിച്ചത്? നീതി ആഗ്രഹിക്കാത്തവർ, നീതി പ്രതീക്ഷിക്കാത്തവർ അത് കൈയടക്കി. എന്റെ സഹോദരങ്ങളെ, ഇസ്രായേലിനെ, നിങ്ങൾ ഇപ്പോഴും പുറത്താ. ന്യായപ്രമാണം വിട്ട് ഇസ്രായേലിനോട് പുറത്തു വരാൻ പൗലോസ് അപ്പോസ്തലൻ അവരോട് ആഹ്വാനം ചെയ്യുമ്പോ, ഇവിടെ കുറെ പെന്തക്കോസ്തുകാർ ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിൽ, യഹൂദന് കിട്ടിയ പ്രമാണത്തിന്റെ കീഴിൽ ഇവരെങ്ങനെയായെന്ന് അറിയാൻ വയ്യാത്ത, ക്രിസ്തുവിലാകാത്തതിന്റെ കുഴപ്പമാണ്. പഴയ നിയമത്തിൽ കിടന്നങ്ങ് നിരങ്ങുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് മത്തായി സുവിശേഷത്തിലേക്ക് കയറാൻ വലിയ പ്രയാസമാണ്. സങ്കീർത്തനം 150 വായിച്ചു കഴിഞ്ഞ് പിന്നെയും 150, പിന്നെയും ഒന്ന് തുടങ്ങി പിന്നെയും 150, അവിടെ കിടന്ന് കറങ്ങുക. യഹൂദന്റെ പാഠപുസ്തകമാണ് സങ്കീർത്തനം, നമുക്കറിയാം. അവിടെ ഇങ്ങനെ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. എവിടെ ഏത് നീതിമാൻ? യഹോവ ഇസ്രായേലിന് നല്ലവൻ, നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ നിശ്ചയം. അവരുടെ കാര്യം പാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പഴയ നിയമത്തിൽ നിന്ന് പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് യഹൂദന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ജാതികളായ നമ്മെ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ വെളിപ്പാട് ക്രിസ്തുവിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുക, നശിച്ചു പോകരുത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനകത്തേക്കൊന്ന് വാ. ന്യായപ്രമാണം ക്രിസ്തുവിനോട് കൂടി അവസാനിച്ചു. ക്രിസ്തു അതിന്റെ കീഴിലേക്ക് ഇറങ്ങി. ഇസ്രായേൽ പറയാം, നിങ്ങൾക്ക് വേണ്ടിയായി ഇറങ്ങിയത്, നിങ്ങൾ അതിന്റെ അടിമകളായിരുന്നു, നിങ്ങളെ പുറത്തു കൊണ്ടുവരാനാ ക്രിസ്തു അതിന്റെ അടിയിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെ ക്രിസ്തു പുറത്തു കൊണ്ടുവന്നു. ഇനിയും നിങ്ങൾ ആദ്യ പാഠങ്ങളിലേക്ക് പോകരുത്. ന്യായപ്രമാണം ശിശുപാലകന, അത് ചൈൽഡ് ട്യൂട്ടറാ, അത് നമ്മെ ശൈശവത്തിൽ അടിച്ചു പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നൽകിയ ഒരു പ്രമാണമാ. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്കാ വരേണ്ടത്. നിഴൽ മാറി പൊരുൾ വെളിപ്പെട്ടു. പൊരുൾ വെളിപ്പെട്ട് നിൽക്കുമ്പോ പിന്നെയും നിഴലിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ പഴയ നിയമം നമ്മൾ എടുക്കേണ്ട എന്തിനാണെന്നറിയാം? പഴയ നിയമം നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമല്ല ക്രിസ്തുവിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് താരതമ്യം ചെയ്യാനാണ്. പഴയ നിയമകാലത്ത് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര പ്രിവിലേജ് ഉള്ളവരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യഹൂദരോടൊപ്പം ഒരുമിച്ച് സകല മനുഷ്യർക്കും ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ഒരു സഭയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണ് പഴയ നിയമം വായിക്കുമ്പോൾ ചെയ്യുന്നത്. വായിച്ച് അതിനകത്തേക്ക് ഇറങ്ങി പോകരുത്. ചെങ്കടലിൽ മോശ ഇങ്ങനെ വടിയും നീട്ടി നിൽക്കുക, നീട്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴും വടി അവിടെ തന്നെ നിൽക്കുക, വടിയുമായിട്ട് അവിടെ നിൽക്കുക. ചെങ്കടൽ കിടക്കുന്നില്ല, അവിടെ പിടിച്ചോണ്ടിരിക്കുകയല്ല, അവിടെ നിങ്ങൾ പുറത്തു വരണം. ചെങ്കടലൊക്കെ കടന്നു വന്നു, യോർദാനൊക്കെ കടന്നു വന്നു. ഇവിടെ ഇതാ നമ്മുടെ മാതൃകാ പുരുഷനായി നിൽക്കുന്ന ക്രിസ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെങ്കടൽ യോർദാനും വിഭാഗിക്കാനോ ഒന്നും നിന്നില്ല. അവൻ അതിനെയൊക്കെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു, അല്ലെ? കടലിന്റെ മീതെ നടന്നവൻ, കടലിനെ വിഭാഗിക്കുകയല്ല, കടലിന്റെ മീതെ നടക്കുന്നവൻ. പ്രശ്നങ്ങളെ വിഭാഗിക്കുകയല്ല, പ്രശ്നങ്ങൾ മാറട്ടെ ഞാൻ പോകാമെന്നല്ല, കാർമേഘം മാറട്ടെ ഞാൻ പോകാമെന്നല്ല, അവൻ മഴ മാറട്ടെ ഞാൻ പോകാമെന്നല്ല, മഴ നനഞ്ഞുകൊണ്ട് ഞാൻ പോകും, കാർമേഘത്തിനിടയിലും ഞാൻ പോകും, ഏത് പ്രതിസന്ധികൾക്കിടയിലും ഞാൻ മുന്നോട്ട് പോകും. അവൻ അവരുടെ നടുവിൽ കൂടെ നടന്ന് തന്റെ വഴിക്ക് പോയി. കൊല്ലാൻ വിളിച്ചാലും തനിക്ക് ഭയമില്ല. ഇന്നലെ മാസയോഗത്തിൽ നമ്മൾ കേട്ടതെന്താ?
ആദ്യത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടത് ശത്രുക്കളെന്റെ ചുറ്റും ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അവർ എന്നെ കുറിച്ച് പലതും പറയുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ പറ്റി പറയുന്നു. അവസാന സന്ദേശം നമ്മൾ എന്താ കേട്ടത്? ഞാൻ ക്രിസ്തുവിനോടുകൂടി കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി ഞാൻ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇനി ഈ ലോകത്തിൽ ആരെന്ത് ചെയ്താലും, എത്ര വലിയ ശത്രുക്കൾ എഴുന്നേറ്റാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടി മരിച്ചവനാ, ക്രിസ്തുവിനോടുകൂടി മരിച്ചവനാ, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവനാ, ക്രിസ്തുവിനോടൊപ്പം ആ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തപ്പെട്ടവനാ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഒരു ശക്തിയെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നവനാ ഒരു ക്രിസ്തീയ വിശ്വാസി. അപ്പൊ ഈ ത്രാണിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന പ്രമാണമാണ് പുതിയ ഉടമ്പടി. ഈ ത്രാണിയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. ന്യായപ്രമാണം കൊല്ലാൻ വിധിച്ചപ്പോൾ ക്രിസ്തു നമ്മെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അവനോടൊപ്പമുള്ള ജീവിതം, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ കൊന്നുകൊണ്ടിരുന്ന പ്രമാണം, നിങ്ങളെ കൊലയ്ക്ക് കൊടുത്ത പ്രമാണം, മരണ ശുശ്രൂഷയായ പ്രമാണം, അതിൽ നിങ്ങളെ ഉദ്ധരിച്ച് സമൃദ്ധിയായ ജീവൻ, ജീവൻ, ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. എത്ര വലിയ പ്രമാണമാ! അപ്പോ സഹോദരങ്ങളെ വിളിക്കുക, ബന്ധുക്കളെ, സഹോദരങ്ങളെ തെറ്റിപ്പോകരുത്. ഇത്ര വലിയ വെളിപ്പാടാ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ പോകരുത്. കഴിഞ്ഞ ആഴ്ച അവസാനം നമ്മൾ എന്താ ചിന്തിച്ചത്? സിയോനിൽ ഒരു എന്താണ് ഇടർച്ചക്കല്ല്, ഇടർച്ചക്കല്ല്, ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറരുത് നിങ്ങൾ. കാരണം ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർക്ക് ആ കല്ല് ഇടർച്ചക്കല്ലാണ്, തടങ്കൽ പാറയോ. പക്ഷെ ചേർത്ത് പിടിക്കുന്നവർക്ക് ക്രിസ്തു ഉറച്ച പാറയോ, അനുഗ്രഹിക്കപ്പെട്ട പാറയോ. ഇന്ന് ദൈവസഭ ക്രിസ്തു എന്ന പാറ നിൽക്കുകയാണ്. അതേസമയം ക്രിസ്തുവിനെ തിരസ്കരിച്ച യഹൂദന്മാർ ആ ഇടർച്ചക്കല്ലിൽ തട്ടി വീഴുകയാണ്, ആ തടങ്കൽ പാറയിൽ തട്ടി വീഴുകയാണ്. ഇന്ന് പകരം പ്രിയമുള്ളവരെ, വളരെ പ്രസക്തമായൊരു ചോദ്യം. ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും തട്ടി വീഴുന്ന തടങ്കൽ പാറയാണോ, അതോ അതിൽ വീണ് മരിക്കുന്ന ആ എന്താണ് ഇടർച്ചക്കല്ലാണോ, അതോ നമുക്ക് കയറി നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന പാറയാണോ? ക്രിസ്തു എന്ന പാറമേൽ നമ്മൾ നിർത്തപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോ അടുത്ത വാക്യത്തിലേക്ക് വരാം. ന്യായപ്രമാണത്തിന്റെ അവസാനമായ ക്രിസ്തു. ഇനി ന്യായപ്രമാണത്തിൽ അഭിമാനിക്കുകയല്ല, ക്രിസ്തുവിലേക്ക് എത്തണം. ക്രിസ്തുവിലേക്ക് ഓടിയെത്താൻ അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നോക്കിക്കേ, രക്ഷ എന്ന് പറയുന്നത് 9-10 വാക്യങ്ങളിലേക്ക് വരാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ പ്രസക്തിയാണ് ഇവിടെ പറയുന്നത്. സിംപ്ലിസിറ്റി ഓഫ് സാൽവേഷൻ. രക്ഷയുടെ ലാളിത്യത്തെയാണ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നത്. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട. രക്ഷ വളരെ ലാളിത്യമാണ്, ലളിതമാണ്. വിശ്വസിച്ചാൽ മാത്രം മതി. ഈ ആചാരാനുഷ്ഠാനങ്ങളൊന്നും വേണ്ട. ഇത്രയും വലിയ ചിലവ് നിങ്ങൾക്ക് വേണ്ട. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ് കൊണ്ട് ആ സത്യം ഏറ്റു പറഞ്ഞാൽ മതിയാകും, നിങ്ങൾ രക്ഷിക്കപ്പെടും. നല്ല ഉദാഹരണം ക്രൂശിലെ കള്ളൻ. ക്രൂശിലെ കള്ളൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഒറ്റ പ്രസ്താവന എന്താണ്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. അത്രയും മതിയായിരുന്നു. ഇസ്രായേൽ മക്കളോട് വിളിച്ചു പറയുക, സ്നേഹിതരെ, എന്റെ ബന്ധുക്കളെ, നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും വേണ്ട. നിങ്ങൾ ഇതെല്ലാം കാണിച്ചിട്ടും നിങ്ങൾ ഇടച്ചക്കല്ലിൽ തട്ടി വീണില്ലേ? നിങ്ങൾക്ക് ക്രിസ്തു തടങ്കൽ പാറയായില്ലേ? നിങ്ങൾ തിരിച്ചറിയാതെ ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊന്നില്ലേ? പക്ഷേ ക്രൂശിൽ കിടക്കുന്ന ആ ദൈവമർമ്മത്തെ, ആ ദൈവ വെളിപ്പാടിനെ അംഗീകരിച്ച കള്ളനെ നോക്കിക്കേ. കള്ളൻ പറഞ്ഞത്, നീ രാജാവ്, നീ രാജാവ്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കാലാകാലങ്ങളായി ഈ യഹൂദൻ പ്രതീക്ഷിച്ചിരുന്നു, ആരാ ഞങ്ങളുടെ മസിക വരും,
ദാവീദിനെ പോലെ ഞങ്ങളെ ഭരിച്ച ഒരു മശിഹ വരും, അവൻ ഞങ്ങളുടെ രാജാവാ. പക്ഷെ ദൈവം ആ രാജാവിനെ അയച്ചു കൊടുത്തപ്പോ പിടിച്ച് ക്രൂശിച്ചു, തിരിച്ചറിയാൻ പറ്റാതെ പോയി. പക്ഷേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മരിച്ചവരെ പോലെ ഉയർപ്പിച്ച് അവരുടെ നടുവിലൂടെ നടന്ന് അവരുടെ സ്വന്തം മശിഹയെ തിരിച്ചറിയാതെ ക്രൂശിച്ച യഹൂദൻ അവൻ നോക്കി നിൽക്കുമ്പോൾ ക്രൂശിൽ ഒന്ന് തല ഉയർത്തിപ്പിടിക്കാൻ പോലും പറ്റാതെ തോളിലേക്ക് തല ചായ്ച്ചു കിടക്കുന്ന ആ ക്രിസ്തുവിനെ നോക്കി കള്ളൻ വിളിച്ചു പറഞ്ഞു, നീ രാജാവാ, നീ രാജാവാ, നീ രാജാവാണ്. കള്ളന്റെ വിശ്വാസം കണ്ടോ? ഇതാണ് വെളിപ്പാട്. ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടത് ഇവിടെയാ. ഇസ്രായേൽ മക്കൾ അപകടത്തിലായത് ഇവിടെയാ. അവർ കബളിപ്പിക്കപ്പെട്ടത് ഇവിടെയാ. ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇനി അടുത്ത വേറൊരു കഥാപാത്രത്തെ നമ്മൾ തൊട്ടടുത്ത ഭാഗത്ത് കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ശതാധിപൻ പറഞ്ഞൊരു പ്രസ്താവന എന്താണ്? യെസ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. സത്യം. എപ്പോഴാണ് അത് പറഞ്ഞത്? ക്രിസ്തു മരിച്ചപ്പോൾ. ജീവനോടുകൂടെ അത്ഭുതങ്ങൾ ചെയ്ത്, അല്ലെ, ലാവണ്യ വചനങ്ങൾ പകർന്ന് അവിടെ ഇടയിലൂടെ നടന്നിട്ട് സ്വന്തക്കാർ തിരിച്ചറിഞ്ഞില്ല. പൗലോസ് ചോദിക്കുക, എന്തൊരു ദുരന്തമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ നടന്ന മശിഹയെ നമുക്കറിയാൻ പറ്റാതെ പോയി. ഒരു ശതാധിപൻ, ഒരു ജാതിയൻ മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കി പറയുക, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഇതാണ് വിശ്വസിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാട്. ഇസ്രായേലിനോട് പറയാം, എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച്, അനുഷ്ഠാനങ്ങൾ മാറ്റിവെച്ച് ഈ ലളിതമായ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലേക്ക് വരൂ. നിങ്ങളൊന്നും ചെയ്യണ്ട. ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിച്ചാൽ മതി. വാ തുറന്ന് ആ സത്യം ഏറ്റുപറഞ്ഞാൽ മതി. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകും. വായിക്കാം 11, 12, 13 വാക്യം. അവരെ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവചനത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ഇവിടെ എന്താ വായിക്കുന്നത്? ഇസ്രായേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ജാതീയ അതിർവരമ്പുകളൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് വാ. വിശ്വാസം എല്ലാവർക്കും വേണ്ടിയുള്ളതാ. രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാ. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ജാതികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാവർക്കും ഒറ്റ മാർഗം. നിങ്ങൾക്കതും അവർക്കതുമല്ല. ശബരിക്കാരത്തി പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ ആരാധിക്കുന്നു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു. ഏതാ ശരി? സത്യ നമസ്കാരികൾ. ക്രിസ്തു പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കുന്ന നാഴിക വരുന്നു. എൻ്റെ ഒരു മരണം കഴിഞ്ഞോട്ടെ, എന്റെ ഒരു യാഗമരണം കഴിഞ്ഞോട്ടെ. എന്റെ മരണം മൂലം ദൈവത്തിന്റെ മക്കളാകുന്നവർ യഥാർത്ഥ ആരാധനയിലേക്ക് നയിക്കപ്പെടാൻ പോകുകയാണ്. ആ സമയത്ത് ഈ മലയുമല്ല ആ മലയുമല്ല, സത്യ നമസ്കാരികൾ ദൈവത്തെ മക്കളായിട്ട് ആരാധിക്കാൻ പോകുകയാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാ. അത് യഹൂദന് മാത്രമുള്ളതല്ല, അത് ജാതികൾക്ക് മാത്രമുള്ളതല്ല. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന രക്ഷാമാർഗം. ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. ദൈവം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ളവരല്ല. യൂണിവേഴ്സൽ ഓഫറാണ്. സുവിശേഷത്തിന്റെ സാർവത്രികതയെ അംഗീകരിക്കാൻ തന്റെ സ്വന്തക്കാരോട് പറയുകയാണ്. ജാതിയുടെ മേൽക്കോമയും പിടിച്ചിരിക്കരുത്. നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നുമല്ല. യഹൂദരോട് പറയുക, നിങ്ങൾ എന്തെങ്കിലും ആയെങ്കിൽ അത് ദൈവത്താൽ മാത്രമാണ്. അബ്രഹാമിന്റെ മകനെന്നല്ലേ പറയത്തുള്ളൂ. അബ്രഹാം ആരായിരുന്നു? ദൈവം തെരഞ്ഞെടുക്കുന്നത് വരെ അബ്രഹാം ആരായിരുന്നു? തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു മനുഷ്യൻ, ചരിത്രത്തിൽ അപ്രസക്തമായി പോകാമായിരുന്ന ഒരു മനുഷ്യൻ. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം അബ്രഹാമിനൊരു ജീവിതം, ഒരു നീതിഗണം ലഭിച്ചു. അതുപോലെയാ ദൈവം ഇതാ ജാതികളെയും ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വംശത്തിൽ മാത്രം പുകഴ്ച പൂണ്ട് മുമ്പോട്ട് പോകരുത്. ജാതികളെ കൂടെ ഉൾക്കൊള്ളുന്ന സാർവത്രികമായ സുവിശേഷത്തെ നിങ്ങൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ. 18 മുതലുള്ള വാക്യം 21 വരെ. എന്നാൽ അവൻ കേട്ടിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവന്റെ നാദം സർവഭൂമിയിലും
അവരുടെ വചനം ഭൂതലത്തിൽ അത്രത്തോളം പറഞ്ഞു. സോറി, അതിന് മുമ്പ് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുള്ളത് വേണം. 14, 15 എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നതിനേക്കാൾ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെ ഇതാ നമ്മുടെ നിയോഗം ഉണരേണ്ട സമയമായി. നമ്മൾ സഭ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമായി. പൗലോസ് അപ്പോസ്തലൻ 14 മുതൽ പറയുകയാ, എങ്ങനാ ഒരാൾ വിശ്വസിക്കുന്നത്? ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചു, പഠിച്ചു, ആഴത്തിൽ ഗ്രഹിച്ചു. വിശ്വാസത്തിലാണ് കാര്യം. വിശ്വാസമാണ് ദൈവം ഒരുക്കിയ മാർഗം. അത് കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലൻ നമ്മോട് ചോദിക്കുന്നു, ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ, വെല്ലുവിളി നിറഞ്ഞ ചോദ്യം. എങ്ങനെ മനുഷ്യർ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. കർത്താവ് നമ്മെ അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നിയോഗം നമ്മുടെ തലയിൽ വീണതാ. അടുത്ത ചോദ്യം പ്രസക്തമാണ്. അയച്ചിട്ട് പോയോ എന്നുള്ളതാണ്. അയച്ചു കർത്താവ്, അയച്ചിട്ട് പോകാൻ തയ്യാറായോ? എത്ര പേരോട് ഈ വിശ്വാസത്തെ പറ്റി പറഞ്ഞു? വിശ്വാസം എങ്ങനെ വരുന്നത്? വിശ്വാസം കേൾവിയാൽ. കേൾവി എവിടെ കൂടാ? ക്രിസ്തുവിന്റെ വചനത്താൽ. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആമേൻ. നമുക്ക് എത്രത്തോളം പറയാൻ പറ്റിയിട്ടുണ്ട്? ഈ സുവിശേഷം പറയാൻ സഭയെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിശ്വാസത്തിന്റെ മർമ്മം നമ്മളിങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പോരാ. ഇത് ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഉരഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരണം. അല്ലെ, ഇത് കവിഞ്ഞൊഴുകണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തണം. ഈ വിശ്വാസത്തിന്റെ മർമ്മം ന്യായപ്രമാണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ സ്ഥാപിച്ച ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ സൗജന്യ രക്ഷയുടെ ഏക മാർഗമായ വിശ്വാസം എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഈ വിശ്വാസത്തെ പറ്റി എല്ലാവരും അറിയണം. അറിയിച്ചോ? അറിയിച്ചോ? ചോദ്യമാണ്. തന്റെ സ്വന്തക്കാരോട് പറയുക, നിങ്ങളൊന്ന് വരണം, നിങ്ങൾ ഈ വിശ്വാസത്തെ സ്വീകരിക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. എത്രത്തോളം ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ നമ്മൾ വിശ്വസ്തരാണ്? ഹല്ലേലൂയ. വിശദീകരിച്ചു കൊടുക്കാൻ ആർക്കും അറിയാൻ പറ്റത്തില്ല. രഥത്തിൽ ഇങ്ങനെ സുഖകരമായി യാത്ര ചെയ്ത് പോകുന്ന ആള് ബൈബിള് കയ്യിൽ കിട്ടി എടുത്തു വെച്ച് വായിക്കുകയാണ്. യെശയ്യാപ്രവചനം വായിക്കുന്നു. 53-ാം അധ്യായം. ആരാ? ഷണ്ണൻ, വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ വായിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല. പൊരുൾ തിരിച്ചു കൊടുക്കാതെ എങ്ങനെ മനസ്സിലാക്കും? അവിടെ ദൈവം ഫിലിപ്പോസിനെ അയക്കുന്നു. ഫിലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുക്കുന്നു. വിശ്വാസത്തിന്റെ മർമ്മം മനസ്സിലാക്കി കൊടുക്കുന്നു. പോയ വഴിയിൽ താൻ ചോദിക്കുന്നു, വെള്ളമുണ്ട്, സ്നാനപ്പെടുത്തുന്നതിന് കുഴപ്പമുണ്ടോ? നിനക്ക് സമ്മതമാണെങ്കിൽ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവനെ സഭയ്ക്കകത്തേക്ക് നടത്തുന്ന, നയിക്കുന്ന വിശ്വാസത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്ന അത്ഭുത ദൃശ്യം. പ്രിയമുള്ളവരെ, തയ്യാറാണോ? ഫിലിപ്പോസിനെ പോലെ നമ്മെ ദൈവം പറത്തിക്കൊണ്ടു പോകും. ആമേൻ. സുവിശേഷം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ തൊണ്ട അടയുന്നത് വരെ, നിങ്ങൾക്ക് അഭിമാനകരമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങളുടെ തൊണ്ട അടയ്ക്കുന്നത് വരെ അത് പറയാൻ ദൈവം അവസരമൊരുക്കും. ആഗ്രഹമാ വേണ്ടത്. ആഗ്രഹമാ വേണ്ടത്. ഇനി എരിവുണ്ടാവും. മറ്റേ ന്യായപ്രമാണത്തിന്റെ എരിവല്ല, ഈ സുവിശേഷം അറിഞ്ഞത് പറയാനുള്ള എരിവ്. അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വിശ്വാസ മർമ്മം പറയാനുള്ള എരിവ് നമ്മളുണ്ടാകണം. അവസാന വാക്യങ്ങൾ വായിക്കാം. 18 മുതൽ. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം കരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമില്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, 3 ജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1-ാമത് മോശ പറയുന്നു. ഒന്ന് കേട്ടെ. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ഇതിന്റെ മർമ്മം കിടക്കുന്നത് ഹോശേയ പ്രവചനത്തിലാണ്. നമ്മൾ ഒരു ദിവസം ഡീറ്റെയിലായിട്ട് ഹോശേയ പ്രവചനം പഠിക്കും. അപ്പൊ നമുക്ക് ആ മാർമ്മിക വെളിപ്പാടുകൾ ചിന്തിക്കാം. നോക്കിക്കേ, അവിടെ ഹോശേയ തന്റെ ഒരു കുഞ്ഞിനൊരു പേരിട്ടു, ജനമല്ലാത്തവർ. ആരെ പറ്റിയ? ജാതികളെ പറ്റിയ.
അപ്പോൾ മോശയുടെ ഭാര്യയെ പറ്റി പ്രധാനമായിട്ട് പറയുന്നത് ജാതികളിലേക്കുള്ള സന്ദേശമാണ്. എന്നെ നിങ്ങളെ പറ്റി പറഞ്ഞ ഒരു കാലത്ത് ജനമല്ലാത്തവർ, ദൈവത്തിന്റെ ജനമല്ലാത്തവർ. ഇവിടെ കണ്ടോ, യഹൂദൻ ജാതികളെ പറ്റി ദൈവത്തിന്റെ ജനമല്ലാത്തവർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതികളെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. നിങ്ങൾ മൂഢരെന്ന് പറഞ്ഞവർ, നിങ്ങൾ ജനമല്ലാത്തവർ എന്ന് പറഞ്ഞവർ ഇന്ന് ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തോട്ട് ചേരാം. ഇപ്പോഴും വാതിൽ അടഞ്ഞിട്ടില്ല. സഭ എന്ന ദൈവത്തിന്റെ അനാദികാല പദ്ധതിയിലേക്ക് ദൈവം നിങ്ങൾ മൂഢരെന്ന് പറഞ്ഞവരെ വിളിച്ചു ചേർത്തു. മൂഢരെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തും, ജനമല്ലാത്തവരെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തും, കോപം ജനിപ്പിക്കും. അടുത്ത വാക്യം, 20-ാമത്തെ വാക്യം, എന്നെ അന്വേഷിക്കാത്തവർ, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. നോക്കിക്കേ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. നീതിക്ക് വേണ്ടി ജീവിച്ചതാ ഒരു 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 ആയുസ് മുഴുവൻ. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്തു, എല്ലാം നിഷ്ഫലമായി, ജീവിതം ദുരന്തമായി നിൽക്കുകയാണ്. നീതിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്, നീതിമാനെന്ന് പറഞ്ഞുകൊണ്ടേ നടന്നു അവർ. പക്ഷേ ഇതൊന്നും അന്വേഷിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, ശബരിക്കാരനെ പോലെ, ശതാധിപനെ പോലെ, കനാന്യ സ്ത്രീയെ പോലെ, സ്ലോഫനിക്കാരിയ സ്ത്രീയെ പോലെ, പുറജാതികളായി ഇതൊന്നും അറിയാതെ, ഈ വെളിപ്പാടുകളൊന്നും അറിയാതെ, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി മാത്രം, കരുണയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങളൊന്നിനും അർഹരല്ലെന്ന് പറഞ്ഞു നടന്ന് പുറം ജാതികളെ ദൈവം അകത്ത് കൊണ്ടുവന്നു. ഇതൊന്നും അറിയാത്തവർ, എന്നെ അന്വേഷിക്കാത്തവർ, എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. നിങ്ങൾ എന്നെ ചോദിച്ചു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വയനീതിയിൽ ജീവിച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്റെ കൃപ വേണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്റെ കരുണ വേണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ആശ്രയിച്ച് നിങ്ങൾ ഒതുങ്ങി ഒരു ദുരന്തമായപ്പോ കൃപയോടുകൂടെ എന്റെ അടുക്കലേക്ക് വന്ന് ആ പ്രിയമുള്ളവരെ ഞാൻ കണ്ടു, ചേർത്ത് പിടിച്ചു. അടുത്ത വാക്യം, ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈകിട്ടി എന്ന് അവൻ പറയുന്നു. കണ്ടോ, പുറത്തുള്ള ആളുകൾ എന്നെ കണ്ടെത്തിയപ്പോ എന്നോട് പ്രാർത്ഥിച്ചവരും, എന്റെ പ്രമാണങ്ങൾ ഞാൻ നൽകിയവരും, എന്നെ കണ്ടെത്താൻ വേണ്ടി നടന്നവരും, അനുസരിക്കുന്നത് പറഞ്ഞവരും, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുവെന്ന് പ്രശംസിച്ച് നടന്ന നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്നെ അനുസരിക്കാത്തവരും മറുത്തു പറയുന്നവരുമായി മാറി. ഇസ്രായേലിനെ പറ്റി പറയുക, 10-ാം അധ്യായം അവസാനിക്കുമ്പോ പറഞ്ഞു വെക്കുന്നത്, ഇത്രയേറെ സ്നേഹത്തിന്റെ സുവിശേഷ സന്ദേശം വാരി വിളമ്പിയിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവൻ ഇരുളടഞ്ഞു പോയ, അവൻ ഹൃദയം അടഞ്ഞു പോയ, അവൻ കൂലികളിലായിപ്പോയ, അകപ്പെട്ടു പോയ, മാനസാന്തരത്തിന് സാധ്യതയില്ലാതെ സ്വയം നഷ്ടപ്പെടുത്തുന്ന യഹൂദനെ നോക്കി പറയുകയാണ്, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. അടുത്ത ഭാഗം സസ്പെൻസ് ആണ്, അവിടെ നിൽക്കട്ടെ. 11-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാമോ പ്രിയമുള്ളവരെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി